ഹായ് ഗായ്സ്, ഞാനൊന്നൊരു ചിക്കൻ കറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അന്നത്തേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം. ആ ഗ്യാപ്പിൽ നമുക്ക് അത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കണം ഗായ്സ്. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് മസാല എല്ലാം പിടിക്കണം. എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പം നമ്മൾ ആ ഗ്യാപ്പിൽ പോയി കുറച്ച് തേങ്ങയൊക്കെ ചിലവ് വെക്കണം. 1 കിലോ ചിക്കന് 1 തേങ്ങ എന്ന് വെച്ചാണ് നമ്മളെ കണക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറേ സ്പൈസസ് ഒക്കെ ഇട്ട് പട്ട ഗ്രാമ്പു വെളുത്തുള്ളി അങ്ങനെ കുറേ സ്പൈസസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്യണം. എല്ലാ സ്പൈസസും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലെ താരമായ കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തിട്ടും പിന്നെ ഒരു മുളകും പിന്നെ ചെറിയുള്ളി പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി കുട്ടപ്പളയും കൂടി ഇട്ട് കൊടുക്കണം കുനുകുന അരിഞ്ഞിട്ട്. പിന്നെ അടുത്ത പരിപാടി നമുക്ക് അതിന് വറവ് ഇടണം. അപ്പം നമ്മൾ മിക്സിയിലല്ല അമ്മിയിലായതുകൊണ്ട് കുറച്ച് എണ്ണ മതി. അതും വറവിടുമ്പോൾ അപ്പം തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചാൽ മതി. ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ഗൈസ്. നല്ല രീതിയിൽ ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ചൂടോടെ നമ്മൾ അമ്മിയിൽ അരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മിക്സിയിലും അരയ്ക്കാം, പക്ഷേ അതിന് കൂടുതൽ എണ്ണ ഒഴിക്കണം. അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി വെല്ലുള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് 2 പച്ചമുളക് എല്ലാം കൂടി ചിക്കനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കണം. എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നോ അത്രയും നമുക്ക് ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഗുമ്മില്ലേ ഗൈസ്. പിന്നെ അത് നമ്മൾ അടുപ്പത്തേക്ക് കയറ്റുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ പട്ട ഗ്രാമ്പു ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ്റെ അകത്തേക്ക് ആ ടേസ്റ്റ് പിടിക്കാനാണ്. നിങ്ങളെ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് അടച്ച് വെക്കണം ഗൈസ്. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം നമ്മൾ തേങ്ങ ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിക്കനും തേങ്ങയും കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു മണം വരും. അത് വായിൽ കപ്പാലോടും. ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് ഗൈസ്. ഞാൻ തിന്ന് നോക്കിയതിന് ഇടയ്ക്കൊരു ചാറും എടുത്ത് തിന്ന് നോക്കി എമ്മാതിരി ടേസ്റ്റാണ്. ഇത് നമ്മൾ അധികം ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. കുറുകി വന്നാലാണ് നല്ല ടേസ്റ്റ്. പക്ഷേ നമ്മളിവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടമുള്ളത്, നമ്മളതാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഈ കറിവേപ്പില ഇട്ടിട്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം. അത് നല്ലോണം കുറുകി തിളച്ച് അങ്ങോട്ടൊന്ന് വരട്ടെ. എനിക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല ഗൈസ്. നല്ല വായിൽ കപ്പലോടുന്നുണ്ട്, നല്ലോണം കപ്പലോടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് വറവിടുകയാണ്. ചെറിയുള്ളിയും മുളകും തേങ്ങയും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് തിന്നാൻ പോവാണ് ഗൈസ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.